ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ പ്രഗ്നൻസി റിലേറ്റഡ് തന്നെ വീഡിയോ ആണ്. പക്ഷേ ഈ വീഡിയോയ്ക്ക് ചെറിയൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരാളാണെങ്കിൽ അവർക്ക് മാത്രമായിരിക്കും നമ്മുടെ ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നത്. സോ നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുകയാണ്, ന്യൂലി മാരീഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ കുറേ നാൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല, അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ഈ ടിപ്സും നമ്മൾ പറയുന്ന ഓരോരോ കാര്യങ്ങളും ഡേ ബൈ ഡേ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% പ്രഗ്നൻസി കിട്ടും. നിങ്ങൾ ആ കാര്യത്തിൽ യാതൊരുവിധ ടെൻഷനും വേണ്ട. അപ്പോൾ നമ്മൾ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷോർട്സ് ത്രൂ നമ്മൾ ഡേ ബൈ ഡേ അപ്ഡേറ്റ് ആയിട്ട് വരും എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഇപ്പം തൊട്ടിട്ട് ഇന്നിപ്പം നിങ്ങൾക്ക് പ്രഗ്നൻസി നിങ്ങൾ പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയില്ല, നിങ്ങൾ ആ സങ്കടത്തിലിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ വായോ, ഞാൻ പറയുന്ന ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ ഡേ ബൈ ഡേ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. എനിക്ക് 100% ഷുവർ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ റിലേറ്റഡ് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ സംശയങ്ങൾ കമൻറ്റുകളായിട്ട് ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ഇല്ലെങ്കിൽ പ്രഗ്നൻസി കിട്ടാതെ ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മൾക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് പ്രഗ്നൻസി അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടത് നമ്മുടെ മെൻ്റലി ഉള്ള ഒരു ഹാപ്പിനെസ് ആണ്. നമ്മൾ 100% ഇപ്പോൾ പ്രഗ്നൻസി അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവുക. അതാണ് നമ്മൾ പ്ലാൻഡ് ആയിട്ട് വരുന്ന പ്രഗ്നൻസികളിൽ നമ്മൾ നമ്മുടെ മെൻ്റലി ഉള്ള പ്രോബ്ലംസും കാര്യങ്ങളുമൊക്കെ സോൾവ് ചെയ്ത് നമ്മുടെ പ്രഗ്നൻസിക്ക് നമ്മൾ റെഡി ആവുക. അതാണ് ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മൾ നോക്കേണ്ടത്. പിന്നീട് നമ്മൾ നോക്കേണ്ടതാണ് നമ്മുടെ ഹെൽത്ത് ബേസ്. നമ്മളിപ്പോൾ ഒരു ബേബി പ്ലാനിങ് ചെയ്യുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും, അതായത് നമ്മുടെ ഭാര്യയും ഭർത്താവും ചെയ്യേണ്ട കോമൺ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. സോ നമ്മൾ ആ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിൽ നമ്മൾ HM എന്ന് പറയുന്നൊരു ബ്ലഡ് ടെസ്റ്റ് നമ്മൾ ലേഡീസിൽ ചെയ്യണം. കാരണം അത് നമ്മുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാനുള്ള ടെസ്റ്റാണ്. സോ അത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് ചെയ്യണം. അത് ചെയ്യുമ്പോൾ നമ്മൾക്ക് എഗ്ഗിൻ്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രഗ്നൻസി കിട്ടാൻ കുറച്ച് പാടാണ്. സോ നമ്മളത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ, ബാക്കി ഇപ്പോൾ സ്പേമിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് IVF പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുക്കാം. പക്ഷേ ഈ എഗ്ഗിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ കുറച്ച് പാടാണ് പ്രഗ്നൻസി കിട്ടാൻ. സോ നമ്മൾ പ്രഗ്നൻസി നീട്ടി വെക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ കൂടി ഇതൊന്ന് ടെസ്റ്റ് ചെയ്യണം. പിന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഹിമോഗ്ലോബിൻ്റെ അളവ്. ഹിമോഗ്ലോബിൻ നമ്മൾ വീക്കല്ല, നമ്മൾ ഹെൽത്ത് വൈസ് ഓക്കെ ആണ്. അതായത് ലേഡീസിൽ ഹെൽത്ത് വൈസ് ഓക്കെ ആണെന്ന് പറയുന്നത് ഹിമോഗ്ലോബിൻ്റെ വാല്യൂ എപ്പോഴും അത് നോർമലാക്കി നിർത്താൻ നോക്കുക. നോർമൽ അല്ലെങ്കിൽ അത് നോർമലാക്കി നിർത്താൻ ഡോക്ടറുടെ സഹായത്തോടെ മെഡിസിൻസ് എടുക്കുകയോ അല്ലെങ്കിൽ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൂടുതലായി ഉൾപ്പെടുത്തി നമ്മളതൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്തുക. ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവാണെങ്കിൽ ഉണ്ടാകുന്ന കുഞ്ഞിന് വളർച്ച സംബന്ധമായ വളർച്ച കുറവ്, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാകും. സോ നമ്മൾ നമ്മുടെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഹെൽത്ത് നമ്മൾ 100% ഷുവർ ആക്കുക. ഹെൽത്തിൽ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല. ഇപ്പോൾ ഈ പ്രഗ്നൻസി അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എനിക്കോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനോ ഹെൽത്തി ആണ്, ഞങ്ങളിതൊക്കെ ആണെന്ന് നമ്മൾ ഫസ്റ്റ് ഡിസൈഡ് ചെയ്യുക. ഫസ്റ്റ് ഡിസൈഡ് ചെയ്തതിന് ശേഷം നമ്മളെപ്പോഴും പറയും, പ്രഗ്നൻസി ഒരാൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 months തൊട്ട് മുന്നെയെങ്കിലും ആൾ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് എടുക്കണം. അതുപോലെ തന്നെ വൈറ്റമിൻ D ടാബ്ലറ്റ്സും എടുക്കണം. ഈ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞ് ഫോമായി കഴിയുമ്പോൾ അതിന് നട്ടെല്ല് പരമായിട്ടോ തലച്ചോറ് പരമായിട്ടോ യാതൊരുവിധ പ്രോബ്ലംസും ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് എടുക്കാൻ പറയുന്നത്. ഇപ്പം നമ്മൾ 3 മാസം മുന്നേ അത് സ്റ്റാർട്ട് ചെയ്താലും നമ്മുടെ പ്രഗ്നൻസിയുടെ 3-ാം മാസത്തോളം കഴിയുന്നതോട് കൂടിയായിരിക്കും അത് നിർത്തുന്നത്. സോ 6 മാസത്തോളം നമ്മളത് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ കുഞ്ഞിന് നല്ല ഹെൽത്തി കുഞ്ഞായിരിക്കും. ഞാൻ ഈ പറഞ്ഞ സംബന്ധമായ രോഗങ്ങളൊന്നും കുഞ്ഞിനുണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾക്ക് ആസ്മ അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടുമാറാത്ത അസുഖങ്ങൾ, ബ്ലഡ് പ്രഷർ, ഷുഗർ, ഇങ്ങനത്തെ കാര്യങ്ങളുള്ള ഒരു അമ്മയാകാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു ഡോക്ടറുടെ സഹായത്തോടെ നിങ്ങളുടെ ഈ പറഞ്ഞ അസുഖങ്ങളെ കൺട്രോൾ ചെയ്യാനും മെഡിസിൻ്റെ ഡോസുകൾ കുറയ്ക്കാനും നിങ്ങൾ കഴിവതും ശ്രമിക്കേണ്ടതാണ്. അതുപോലെ നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരാനും ഫാസ്റ്റ് ഫുഡിൻ്റെ ഉപയോഗം നമ്മൾ കുറയ്ക്കാനും, നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളും, അതായത് ഇലക്കറികൾ, അങ്ങനത്തെ വൈറ്റമിൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളും നമ്മൾ എടുക്കാനും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കണം പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയം തന്നെ. മെഡിസിന് പുറമെ നമ്മൾ കഴിക്കുന്ന ഫുഡുകളിൽ കാൽസ്യം, അയൺ, ഫോളിക് ആസിഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനും കൂടി ശ്രമിക്കണേ. ഞാനതിന് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ നിങ്ങളുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യും.
അയണ് വേണ്ടി നമ്മൾക്ക് അയൺ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നമുക്ക് റെഡ് മീറ്റുകൾ, അതുപോലെ തന്നെ നമ്മൾ ധാരാളമായി ഇലക്കറികൾ കഴിക്കുന്നത് നമ്മൾക്ക് ബോഡിയിലേക്ക് അയൺ നോർമലായിട്ട് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഫോളിക് ആസിഡിന് വേണ്ടി നമ്മൾക്ക് ഉരുളക്കിഴങ്ങ്, നമ്മുടെ ബ്രൗൺ റൈസ് ഇതെല്ലാം കഴിക്കുന്നത് മൂലം നമ്മൾക്ക് ഫോളിക് ആസിഡും നാച്ചുറലായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കാം. ഇപ്പം നമ്മൾ ടാബ്ലറ്റ്, അതായത് നമ്മൾ ഈ പറഞ്ഞ 3 മാസത്തിനുള്ളിൽ നമ്മൾക്ക് ഫോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തവരായിരുന്നെങ്കിൽ കൂടി അവർക്ക് കൂടുതൽ പ്രഗ്നൻസി കിട്ടിയതിന് ശേഷമോ ഈ കൂടുതലായിട്ട് ഈ ഫുഡുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും കുഞ്ഞിന് നല്ലതായിരിക്കും. നമ്മൾ മെഡിസിൻസ് എടുക്കുന്നതിന് കൂടെ തന്നെ മെഡിസിൻസിൻ്റെ ഡോസ് കൂട്ടാതെ നമുക്ക് നാച്ചുറലായിട്ട് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മൾ കഴിക്കുക. പിന്നെ നമ്മൾക്ക് എല്ലാം അറിയാവുന്നതുപോലെ മിൽക്ക് റിലേറ്റഡ്, അതായത് മിൽക്ക്, പനീർ, അങ്ങനെ തൈര്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് കാൽസ്യം വലിയ തോതിൽ തരുന്ന ഫുഡ്സാണ്. സോ നമ്മൾക്ക് ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കാൽസ്യവും നാച്ചുറലായിട്ട് തന്നെ നമ്മൾക്ക് കിട്ടും. ഇനി നമുക്ക് ഫുഡിൽ കുറച്ച് ഫുഡുകൾ അവോയ്ഡ് ചെയ്യുകയും കൂടി ചെയ്യണം പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയത്ത്. അതിലേറ്റവും ഫസ്റ്റ് വണ്ണാണ് നമ്മൾ കാപ്പിയുടെയും ചായയുടെയും ഉപയോഗം നമ്മളൊരു പരിധി വരെ കുറയ്ക്കുക. ചായ പിന്നെയും കുഴപ്പമില്ല, കാപ്പി നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ വേണ്ടാന്ന് വയ്ക്കുക. അതുപോലെ തന്നെ ഈ കരൾ, നമ്മളിപ്പോൾ ഈ പറയുക ചിക്കൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഈ വാങ്ങുന്ന ഇറച്ചികളിൽ കരൾ, അത് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. അത് നമ്മൾക്ക് പ്രഗ്നൻസി സമയത്ത് ഉപയോഗിക്കുന്നത് നല്ലതല്ല. കരൾ റിലേറ്റഡ് ആയിട്ടുള്ള ഇറച്ചിയുടെ, നമ്മളിപ്പം കോഴിയുടെയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പന്നി മേടിച്ചാലും പോത്ത് മേടിച്ചാലൊക്കെ നമുക്ക് കരൾ തന്നെ നമ്മൾ വാങ്ങിക്കഴിക്കുന്നവരുണ്ട്. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ കഴിക്കരുത്. അത് നമ്മൾക്ക് വൈറ്റമിൻ എയുടെ ഒരു ഇൻക്രിമെൻ്റാണ് ആ ഒരു കരൾ തരുന്നത്. അത് നമ്മുടെ പ്രഗ്നൻസി സമയത്ത് നമുക്ക് ആവശ്യമില്ലാത്തൊരു ഹോർമോണാണ്. സോ നമ്മൾ അതൊന്ന് നോക്കണം. പിന്നെ ചിലരിൽ നമ്മൾ കണ്ടുവരാറുണ്ട് പ്രഗ്നൻസി ആന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഈ വാട്ടിയ മുട്ട, അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുക. അതൊക്കെ നമ്മൾ ഒഴിവാക്കുക. വാട്ടിയ മുട്ട അല്ലെങ്കിൽ പകുതി വേവോട് കൂടിയ ഇറച്ചി, മീൻ, മുട്ട, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കഴിക്കാതിരിക്കുക. നമ്മൾ ഇറച്ചി, മീൻ, മുട്ടയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അവരത് പ്രോപ്പറായി വേവിച്ച് ഫുള്ളായിട്ട് കുക്ക് ചെയ്തിട്ട് മാത്രം കഴിക്കുന്നത് പ്രത്യേകം ശ്രദ്ധയിൽ കൺസിഡർ ചെയ്യണേ. പിന്നെ നിങ്ങൾ 2 പേരിൽ ആർക്കെങ്കിലും മദ്യപാനം, പുകവലി ഇങ്ങനത്തെ സ്വഭാവങ്ങളുണ്ടെങ്കിൽ അതും നമ്മൾ നമ്മുടെ ജീവിതശൈലിയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതാണ്. അത് നമ്മൾക്ക് കുഞ്ഞിന് ആണുങ്ങൾ സിഗരറ്റ് പോലുള്ള കാര്യങ്ങൾ വലിക്കുന്നത് നമ്മുടെ ഓവുലേഷന് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ടൈം, അതായത് അവരുടെ സ്പേമിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കുറയാൻ വേണ്ടി കാരണമാകും. സോ അതുകൊണ്ട് നമ്മൾ അത് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ രണ്ടുപേരും വെയിറ്റ് കൺട്രോൾ ചെയ്യാനും മറക്കരുത്. വെയിറ്റും കൺട്രോൾ ചെയ്യണേ. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മെൻ്റലിയും ഹെൽത്ത് വൈസും നമ്മൾ പ്രഗ്നൻസിക്ക് റെഡി ആയെന്നാണ് അതിനർത്ഥം. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് നിങ്ങൾ കൺഫേം ചെയ്തതിന് ശേഷം ഈ 2 കാര്യങ്ങളിൽ നിങ്ങൾ ഓക്കെയാണ്, 2 പേരും സെറ്റാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ അടുത്ത വീഡിയോയിലേക്ക് പോവുക. അടുത്ത വീഡിയോയിൽ നമ്മുടെ ഓവലേഷൻ, നമ്മുടെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത് അത് നിങ്ങൾ ക്രമീകരിച്ചിട്ട് അടുത്ത വീഡിയോയിലേക്ക് പോകാൻ എപ്പോഴും ശ്രമിക്കുക. കാരണം ഒരു വീഡിയോയിൽ പറയുന്ന കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലേ നമുക്ക് അതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ പകുതി കേട്ടിട്ട് അതിൻ്റെ പകുതി ചെയ്യാൻ നിൽക്കരുത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഈ ചലഞ്ചിന് എൻ്റെ കൂടെയുള്ളവരെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചലഞ്ച് ഏറ്റെടുത്തോണ്ട് നമുക്ക് റിസൾട്ട് വെയിറ്റ് ചെയ്യാം.